എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലൊട്ടാകെ 1 കോടി വീടുകളിൽ പുതിയതായി ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം കണക്ട് ചെയ്യണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് 2024 ഫെബ്രുവരി 13 ആരംഭിച്ച PM സൂര്യഘർ അല്ലെങ്കിൽ സൂര്യഭവനം എന്ന ഈ ഒരു സ്കീമിലെ സബ്സിഡി സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം 78,000 രൂപയാണ് നമുക്കിതിലെ മാക്സിമം സബ്സിഡി തുകയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്സിഡി തുക കിട്ടുന്നതിനുള്ള അർഹത, അതായത് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സബ്സിഡി തുക കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് 1-2 പേർ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്നാണ് നമ്മളിത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സോളാറിൻ്റെ സബ്സിഡി സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 2024 ഫെബ്രുവരി അല്ല എന്താണ്. അതായത് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 ജൂലൈയിലാണ് പ്രധാനമന്ത്രി ഇങ്ങനൊരു സ്കീം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് നമുക്ക് 14,000 രൂപയായിരുന്നു ഇതിൻ്റെ സബ്സിഡി തുക എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഈ ഒരു 14,000 രൂപ എന്ന തുക കുറവാണെന്ന് കണ്ട് ഈ ജനുവരിയിൽ, അതായത് 2024 ജനുവരി 5 അത് റിവിഷൻ നടത്തി 18,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു തുക വീണ്ടും നമുക്ക് 1 കിലോ വാട്ടിന് 30,000 രൂപയായിട്ട് ഉയർത്തുകയും ഈ ഒരു പദ്ധതിക്ക് PM സൂര്യഘർ അല്ലെങ്കിൽ സൂര്യഭവനം എന്നൊരു പേര് നൽകുകയുമാണ് ചെയ്തത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് വന്നതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത ഒരു പദ്ധതിയാണ് ഈ ഒരു 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി എന്നൊരു സ്കീം. അപ്പോൾ അതിനുശേഷം ഫെബ്രുവരി 13 ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രസ് റിലീസ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പ്രസ് റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഡേറ്റ് എന്ന് കാണിക്കുന്നത് 19 ഫെബ്രുവരി 2024 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 13 ഫെബ്രുവരി 13 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് മുന്നത്തെ സ്കീം നാം പറഞ്ഞു 2024 ജനുവരിയിൽ 5 ഇത് 18,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 13 അപ്പോൾ ഇതിന് മുൻപ് ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാ ആളുകൾക്കും 18,000 രൂപയും, ഫെബ്രുവരി 13 ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകൾക്ക് പുതിയ സബ്സിഡിയായ ഈ ഒരു 30,000, 1 കിലോ വാട്ടിന് 2 കിലോ വാട്ടാണെങ്കിൽ 60,000, 3 കിലോ വാട്ട് അതിൽ കൂടുതലുള്ള ആളുകൾക്ക് 78,000. ഈ ഒരു സബ്സിഡി സ്ട്രക്ചറിലായിരിക്കും ഇതിൻ്റെ പൈസ നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇവരുടെ ഒരു ഓഫീസ് മെമ്പറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളൂ. കൂടാതെ ഞാൻ ഇവർക്കൊരു മെയിൽ അയക്കുകയുണ്ടായി ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, എവരി വൺ വിത്ത് എ വാലിഡ് കൺസ്യൂമർ നമ്പർ ആൻഡ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഈസ് എലിജിബിൾ ഫോർ ദ സ്കീം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചോദിച്ചത് എങ്ങനെയാണ്, ഇതിനെന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ, PM സൂര്യഘർ സ്കീമിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു മറുപടി RTSൻ്റെ സപ്പോർട്ട് എന്ന് വന്നതാണ്. അപ്പോൾ ഇതിൽ നിലവിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 22 ഫെബ്രുവരി 2024 നിലവിൽ ഇതിനെപ്പറ്റി യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് തുടർന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.